ഹായ് ഓൾ, നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഡിസൈൻ ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കോഡിലെ പേജ് നമ്പർ 72 ക്ലോസ് 40.4 ഡിസൈൻ ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു ടോവി വാല്യൂ ലെസ് ദാൻ ടോസി വരുന്ന കേസ് അല്ലേ. ടോവി വാല്യൂ ലെസ് ദാൻ ടോസി. അപ്പോൾ ടോവി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലോഡ് മുഖേന ഒരു ബീമിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ആണ് അല്ലേ ടോവി എന്ന് പറയുന്നത്. ടോസി എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ, ബീമിൻ്റെ പർട്ടിക്കുലർ ക്രോസ് സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ സ്ട്രെസ് ആണ് അല്ലേ. ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ് ടോസി. അപ്പോൾ ടോവി ലെസ് ദാൻ ടോസി എന്ന് പറയുമ്പോൾ ഈ കോൺക്രീറ്റിന് തന്നെ കപ്പാസിറ്റി ഉണ്ട് അല്ലേ. അതിലേക്ക് വരുന്ന ഷിയർ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ കോൺക്രീറ്റിന് തന്നെ ഉണ്ട്. അതായത് ആ കോൺക്രീറ്റിൻ്റെ സെക്ഷനിൽ സ്റ്റീലും ഉണ്ട്, ആ കോൺക്രീറ്റ് പോർഷനും ഉണ്ട്. അപ്പോൾ ആ കോൺക്രീറ്റും ആ സ്റ്റീലും കൂടി ഒന്നിച്ച് വരുമ്പോൾ അതിന് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ടോവി എന്ന് പറയുന്ന ഷിയർ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഒരു പർട്ടിക്കുലർ സെക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രത്യേകിച്ച് ഡിസൈൻ ചെയ്യേണ്ട. അവിടെ പറഞ്ഞിരിക്കുന്ന കോഡ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്താൽ മതി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തിരിക്കുന്നത് ക്ലോസ് 26.5.1.6 മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കേസ് എന്ന് പറയുന്നത് ടോവി എക്സീഡ്സ് ടോസി. അതായത് ടോവി എന്ന് പറയുന്ന വാല്യൂ, നോമിനൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്ന വാല്യൂ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റിനേക്കാളും കൂടുതൽ വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ടോസി വാല്യൂവിനേക്കാളും കൂടുതൽ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ടോവി എക്സീഡ്സ് ടോസി എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ഷിയർ സ്ട്രെസ്സിനെ പൂർണ്ണമായിട്ടും ഈ ഒരു കോൺക്രീറ്റ് സെക്ഷന് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ളതാണ് അല്ലേ. ആ ഒരു കോൺക്രീറ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ അതിലുള്ള കോൺക്രീറ്റും അതുപോലെ തന്നെ അതിലുള്ള ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിനും ഈ എക്സ്റ്റേണൽ ലോഡ് മുഖേന വരുന്ന ആ ഷിയർ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ടോവി ഗ്രേറ്റർ ദാൻ ടോസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ടോവി ഗ്രേറ്റർ ദാൻ ടോസി വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ഷിയർ സ്ട്രെസ് ടോസി വാല്യൂവിനേക്കാളും കൂടുതൽ വരുന്നുണ്ട് അല്ലേ. അതാണ് ടോവി ഗ്രേറ്റർ ദാൻ ടോസി എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ എക്സ്ട്രാ വരുന്ന എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ഷിയർ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ പ്രൊവൈഡ് ചെയ്യുന്ന ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആയോ? ടോവി എക്സീഡ്സ് ടോസി എന്ന് പറയുമ്പോൾ ടോസിനേക്കാളും ഒരു പർട്ടിക്കുലർ വാല്യൂ ടോവി കൂടുതലാണ് അല്ലേ. അതായത് എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് അതിൻ്റെ റെസിസ്റ്റൻസ് കപ്പാസിറ്റിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഒരു കുറച്ചധികം ഷിയർ സ്ട്രെസ് എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്നുണ്ട്. ആ അധികം വരുന്ന ഷിയർ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, വെൻ ടോവി എക്സീഡ്സ് ടോസി ഗിവൺ ഇൻ ടേബിൾ 19, ടോസി വാല്യൂ എവിടെയുള്ളത്, ടേബിൾ 19 ഓക്കെ, ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ ബി പ്രൊവൈഡഡ് ഇൻ എനി ഓഫ് ദ ഫോളോയിങ് ഫോംസ്. അപ്പോൾ ടോവി എക്സീഡ്സ് ടോസി വരുമ്പോൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം ഈ താഴെ പറയുന്ന ഏതെങ്കിലും രീതിയിൽ. ഓക്കെ, അതിൽ ഒന്നാമത്തത് വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആണ്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് 3 ടൈപ്പാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് വെർട്ടിക്കൽ സ്റ്റിറപ്സ്, ഒന്ന് ബെൻഡ് അപ്പ് ബാർസ് അലോങ് വിത്ത് സ്റ്റിറപ്സ്, ഒന്ന് ഇൻക്ലൈൻഡ് സ്റ്റിറപ്സ്. അപ്പം ആ രീതിയിൽ ഒന്ന് വെർട്ടിക്കൽ സ്റ്റിറപ്പായിട്ട് പ്രൊവൈഡ് ചെയ്യണം, ഒന്ന് ബെൻഡ് അപ്പ് ബാർസ് അലോങ് വിത്ത് സ്റ്റിറപ്സ്, ആൻഡ് മൂന്നാമത്തത് ഇൻക്ലൈൻഡ് സ്റ്റിറപ്സ്. അപ്പം ടോവി വാല്യൂ ഗ്രേറ്റർ ദാൻ ടോസി വരുമ്പോൾ നമ്മൾ സ്റ്റിറപ്സ് ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യണം ഈ 3 രീതിയിൽ. ഓക്കെ, ഒന്ന് വെർട്ടിക്കൽ സ്റ്റിറപ്പായിട്ട്, രണ്ടാമത്തത് ബെൻഡ് അപ്പ് ബാർസ് അലോങ് വിത്ത് സ്റ്റിറപ്പിൻ്റെ കൂടെ ബെൻഡ് അപ്പ് ബാർസും കൂടിയും പ്രൊവൈഡ് ചെയ്യുന്ന കേസ്, മൂന്നാമത്തത് ഇൻക്ലൈൻഡ് സ്റ്റിറപ്പായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കേസ്. ഈ 3 രീതിയിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്തിട്ടുണ്ടാവണം ടോവി ഗ്രേറ്റർ ദാൻ ടോസി വരുന്ന കേസിൽ. ഓക്കെ, where bend up bars are provided, their contribution towards shear resistance shall not be more than half that of the total shear reinforcement. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ടൈപ്സ് ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസ് പറഞ്ഞാണ്. ബെൻഡ് അപ്പ് ബാർസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് വെർട്ടിക്കൽ സ്റ്റിറപ്സിൻ്റെ ഒപ്പം നമ്മൾ ബെൻഡ് അപ്പ് ബാർസ് പ്രൊവൈഡ് ചെയ്യുന്ന കേസുണ്ട്. അപ്പോൾ ബെൻഡ് അപ്പ് ബാർസ് പ്രൊവൈഡ് ചെയ്യുമ്പം ഈ ബെൻഡ് അപ്പ് ബാർസിൻ്റെ ഷിയർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അവിടെ വരുന്ന ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ റെസിസ്റ്റൻസ് കപ്പാസിറ്റീൻ്റെ ഹാഫിനേക്കാളും കൂടാൻ പാടില്ല. ഓക്കെ, കൂടുതലായിട്ട് നമ്മൾ എടുക്കില്ല. വേർ ബെൻഡ് അപ്പ് ബാർസ് ആർ പ്രൊവൈഡഡ്, ദെയർ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ഷിയർ റെസിസ്റ്റൻസ്, ബെൻഡ് അപ്പ് ബാർസ് പ്രൊവൈഡ് ചെയ്യുമ്പം ബെൻഡ് അപ്പ് ബാർസിൻ്റെ ഷിയർ റെസിസ്റ്റൻസ് ഷാൽ നോട്ട് ബി മോർ ദാൻ ഹാഫ് ദാറ്റ് ഓഫ് ദ ടോട്ടൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. ടോട്ടൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസിൻ്റെ ഹാഫിനേക്കാളും
കൂടാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെൻഡർ പ്രൊവൈഡ് ചെയ്യുമ്പം അതിൻ്റെ ടോട്ടൽ വെർട്ടിക്കൽ ഷിയർ എത്രയാണോ ഷിയർ റെസിസ്റ്റൻസ് കൊടുക്കുന്നത് അതിൻ്റെ ഹാഫിനേക്കാളും കൂടാത്ത രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ ബി പ്രൊവൈഡഡ് ടു ക്യാരി എ ഷിയർ ഈക്വൽ ടു VU മൈനസ് ടോ CBD. അപ്പോൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് ഒരു പർട്ടിക്കുലർ ഷിയർ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ ഷിയർ എത്രയാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഷിയർ ഈസ് ഈക്വൽ ടു VU മൈനസ് ടോ CBD എന്നാണ് പറഞ്ഞിരിക്കുന്നത്. VU എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. VU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന മാക്സിമം ഷിയർ ഫോഴ്സ് ആണ് അല്ലേ, അല്ലെങ്കിൽ ഡിസൈൻ ലോഡ് കാരണം വരുന്ന മാക്സിമം ഷിയർ ഫോഴ്സ് ആണ് VU എന്ന് പറയുന്നത്. മൈനസ് ടോ CBD എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ടോ C എന്ന് പറഞ്ഞാൽ എന്താ, ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ്. ഒരു കോൺക്രീറ്റിൻ്റെ പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഷിയർ സ്ട്രെസ് ആണ്. VU എന്ന് പറയുന്ന ഷിയർ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഷിയർ ഫോഴ്സ് നോമിനൽ ഷിയർ ഫോഴ്സ് മൈനസ് അല്ലെങ്കിൽ ഡിസൈൻ ഷിയർ ഫോഴ്സ് മൈനസ് ടോ C എന്ന് പറയുന്നത് ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ആണ്, അതായത് സ്ട്രെസ് ആണത് ടോ C എന്ന് പറയുന്നത്. ഇൻറ്റു BD ആണ് ചെയ്യുന്നത്. ഇൻറ്റു BD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, BD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് അല്ലേ. BD എന്ന് പറയുന്നത് ആ കോൺക്രീറ്റിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. അപ്പം സ്ട്രെസ് ഇൻറ്റു ഏരിയ എന്ന് പറയുമ്പം എന്താണ്, സ്ട്രെസ് ഇൻറ്റു ഏരിയ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ആണ്. അപ്പോൾ ടോ C ഇൻറ്റു BD എന്ന് പറയുമ്പോൾ അവിടെ ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഇൻറ്റു ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുമ്പോൾ ഡിസൈൻ ഷിയർ ഫോഴ്സ് ഈ കോൺക്രീറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ ആണ് ടോ C ഇൻറ്റു BD ചെയ്യുമ്പം കിട്ടുന്നത്. കോൺക്രീറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ. VU എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ. ടോ C ഇൻറ്റു BD എന്ന് പറയുമ്പോൾ ഈ കോൺക്രീറ്റിൻ്റെ ഈ ക്രോസ് സെക്ഷൻ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഷിയർ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പം VU മൈനസ് ടോ CBD എന്ന് പറയുമ്പം അവിടെ എത്രയാണോ അഡീഷണൽ ഷിയർ ഫോഴ്സ് വരുന്നത്, അതായത് ഈ കോൺക്രീറ്റ് സെക്ഷൻ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും അഡീഷണലി എത്രയാണോ ഷിയർ ഫോഴ്സ് വരുന്നത് അതാണ് നമുക്ക് കിട്ടുന്നത് VU മൈനസ് ടോ CBD ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, അഡീഷണൽ വരുന്ന ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്താൽ മതി. ഓക്കെ, കാരണം ടോ CBD എന്ന് പറയുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ ഫോഴ്സ് എന്ത് ചെയ്തോളൂ, ഈ കോൺക്രീറ്റ് റെസിസ്റ്റ് ചെയ്തോളൂ. ഓക്കെ, ബാക്കി അഡീഷണൽ എത്രയാണോ ഈ കോൺക്രീറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാതെയുള്ളത്, അഡീഷണൽ ആയിട്ടുള്ള എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ഷിയർ ഫോഴ്സ്, അതാണ് VU മൈനസ് ടോ CBD ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ആ അഡീഷണൽ വരുന്ന ഷിയർ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്താൽ മതി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ ബി പ്രൊവൈഡഡ് ടു ക്യാരി എ ഷിയർ ഈക്വൽ ടു VU മൈനസ് ടോ CBD. ഓക്കെ, the strength of shear reinforcement VUS shall be calculated as below. അപ്പോൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സ്ട്രെങ്ത്ത്, ഒരു ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് എത്ര ഷിയർ ഫോഴ്സിനെ വരെ റെസിസ്റ്റ് ചെയ്യും, എത്ര ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇനി താഴെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം ഫോർ വെർട്ടിക്കൽ സ്റ്റിറപ്സ്, അതായത് വെർട്ടിക്കൽ സ്റ്റിറപ്സിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഷിയർ ഇപ്പം നമുക്കിപ്പോൾ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളതെന്ന് വിചാരിച്ചു. സ്റ്റിറപ്പിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം 2 ലെഗ്ഡ് സ്റ്റിറപ്പാണ്, ഇത്ര ഡയൻ്റെ സ്റ്റിറപ്പാണ്, ഇത്ര സ്പേസിങ്ങിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് എത്രമാത്രം ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം ഷിയർ അത് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അപ്പം VUS എന്ന് പറയുന്നത് അഡീഷണലി വരുന്ന ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ ഈ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് റെസിസ്റ്റ് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ VUS ഈസ് ഈക്വൽ ടു 0.87 FY ASV ഇൻറ്റു D ഡിവൈഡ് ബൈ SV. അപ്പോൾ FY എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് സിറപ്പാണ്. ഓക്കെ, സിറപ്പായിട്ട് യൂസ് ചെയ്യുന്ന ആ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ് FY. ASV എന്ന് പറയുന്നത് ഏരിയ ഓഫ് സ്റ്റിറപ്സ്, അതായത് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് സ്റ്റിറപ്പ്, എത്ര സ്റ്റിറപ്പിൻ്റെ ലെഗ് ഉണ്ടോ ആ സിറപ്പ് ലെഗിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ, ഇപ്പോൾ 2 ലെഗ്ഡ് ആണെങ്കിൽ 2 ഇൻറ്റു ആ പർട്ടിക്കുലർ ഡയമീറ്റർ വരുന്ന ബാറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ, എത്ര ലെഗ് ഉണ്ടോ ആ ലെഗിൻ്റെ ക്രോസ് സെക്ഷനാണ് ASV. ഇൻറ്റു D എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്ത് ആണ്. SV എന്ന് പറയുന്നത് എത്ര സ്പേസിങ്ങിലാണ് നമുക്ക് ഈ സ്പേസ് സ്റ്റിറപ്പിൻ്റെ സ്പേസിങ് തന്നിട്ടുള്ളത്, ആ വാല്യൂ ആണ് SV. ഈ സ്റ്റിറപ്സ് തമ്മിലുള്ള സ്പേസിംഗ് ആണ് SV. അപ്പോൾ ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സ്റ്റിറപ്സ് എത്രമാത്രം സ്ട്രെങ്ത്ത്, ആ സ്റ്റിറപ്പ് എത്രമാത്രം ഷിയർ സ്ട്രെങ്ത് ഉണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ എത്രമാത്രം ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ആ ഒരു സ്റ്റിറപ്പിനുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഇക്വേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആവും. വെർട്ടിക്കൽ സ്റ്റിറപ്സ് എത്രമാത്രം ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് ഈ ഇക്വേഷന് ക്ലിയർ ആവും.
പക്ഷേ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് VUS വാല്യൂ അവൈലബിൾ ആയിരിക്കും. ഡിസൈൻ ചെയ്യുന്ന കേസിൽ VUS നമുക്ക് അവൈലബിൾ ആയിരിക്കും. അത് കണ്ടുപിടിക്കാൻ VU മൈനസ് TOCBD ചെയ്താൽ മതി. VU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ഷിയർ ഫോഴ്സ്, TOCBD എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ ഓഫ് ദ ബീമിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പം VU മൈനസ് TOCBD ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് VUS കിട്ടും. VUS കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സിറപ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഡയമീറ്റർ ആണ് സിറപ്പിന് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതും എത്ര ലെഗാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, അപ്പോൾ ഏത് ഗ്രേഡ് സ്റ്റീലാണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. VUS നമുക്ക് അവൈലബിൾ ആയിരിക്കും. SV വാല്യൂ സ്പേസിങ് നമ്മൾ കണ്ടുപിടിക്കും. നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന ആ സ്റ്റിറപ്പിൻ്റെ ബാറിൻ്റെ ഡയയും അതുപോലെ തന്നെ ഏത് ഗ്രേഡാന്നൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് സ്പേസിങ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് വെർട്ടിക്കൽ സ്റ്റിറപ്സ്. ഓക്കെ, VUS വാല്യൂ നമുക്ക് അവൈലബിൾ ആയിരിക്കും. VU മൈനസ് TOCBD ചെയ്ത് കഴിഞ്ഞാൽ VUS വാല്യൂ നമുക്ക് അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.87. FI വാല്യൂ നമുക്കറിയാം. 415നേക്കാളും കൂടുതൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല എന്നാണ് കോഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 415 0.87 ഇൻറ്റു 415 അല്ലെങ്കിൽ മൈൽ സ്റ്റീലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം FIൻ്റെ വാല്യൂ. ASV എന്ന് പറയുന്നത് ആ സ്റ്റിറപ്പിൻ്റെ ലെഗിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ആണ് ASV. അപ്പോൾ എത്ര ലെഗാണെന്നനുസരിച്ചിട്ട് ഏത് ഡയമീറ്റർ ബാറാണെന്നനുസരിച്ച് നമുക്ക് ASV കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. D എന്ന് പറയുന്നത് ആ ബീമിൻ്റെ എഫക്റ്റീവ് ഡെപ്ത് ആണ്. SV നമുക്ക് അൺനോൺ ആണ്. VUS വാല്യൂ നമുക്കറിയാം. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പേസിങ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. മുന്നേ ഞാൻ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ സിറപ്സായിട്ട് വെർട്ടിക്കൽ സിറപ്സിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ സിറപ്സിൻ്റെ സ്പേസിങ് ഇത്രയാണ്, അതുപോലെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ബാറിൻ്റെ ഡയ എത്രയാണ്, അതുപോലെ ആ ഡീറ്റെയിൽസൊക്കെ ഏത് ഗ്രേഡ് സ്റ്റീലാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് VUS വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് റെസിസ്റ്റ് ചെയ്യുന്ന ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഡിസൈൻ ചെയ്യുമ്പോൾ VUS വാല്യൂ നമുക്ക് അവൈലബിൾ ആയിരിക്കും. SV വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് വെർട്ടിക്കൽ സിറപ്സിൻ്റെ കേസ്. ഓക്കെ, രണ്ടാമത്തത് ഫോർ ഇൻക്ലൈൻഡ് സിറപ്സ് ഓർ എ സീരീസ് ഓഫ് ബാർസ് ബെൻഡ് അപ്പ് അറ്റ് ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷൻസ്. ഓക്കെ, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സിറപ്സ്. അപ്പം ഇൻക്ലൈൻഡ് ആയിട്ട് ഇപ്പം 45 ഡിഗ്രിയിൽ ഇൻക്ലൈൻഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ 45 ഡിഗ്രീനേക്കാളും കൂടുതലുള്ള ഇൻക്ലിനേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന സിറപ്സ് അല്ലെങ്കിൽ സീരീസ് ഓഫ് ബാർസ് ബെൻഡപ്പ് അറ്റ് ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷനിൽ ബെൻഡപ്പ് ചെയ്തിരിക്കുന്ന ബാർസ്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 5 ബാർ ടെൻഷൻ സോണിലൂടെ പോകുന്നുണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ അതിൽ ഒരു ബാർ ബെൻഡ് ചെയ്യുന്നത് ഇപ്പം ഫേസ് ഓഫ് ദ സപ്പോർട്ടിന് ഒരു 200 mm മാറിയിട്ടാന്ന് വിചാരിച്ചു. ഫേസ് ഓഫ് ദ സപ്പോർട്ടിന് 200 mm മാറിയിട്ടാണ് ഒരു ബാർ ബെൻഡ് ചെയ്ത് ടോപ്പിലേക്ക് കൊടുത്തിരിക്കുന്നത്. അടുത്ത ബാർ ഫേസ് ഓഫ് ദ സപ്പോർട്ടിന് 400 mm മാറിയിട്ടാണ് ബെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് വിചാരിച്ചു. ഇനി അടുത്തൊരു ബാർ 600 mm മാറിയിട്ടാണ്, അതായത് ഫേസ് ഓഫ് ദ സപ്പോർട്ടിന് 600 mm മാറിയിട്ടാണ് ബെൻഡ് ചെയ്ത് ടോപ്പിലേക്ക് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഓക്കെ, അങ്ങനെ ഓരോന്നും ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷൻ, ആ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷനിൽ ബെൻഡ് ചെയ്തിട്ട് കൊടുക്കുന്ന കേസിൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ്. അപ്പം അല്ലെങ്കിൽ ഇപ്പം ഒരു ഫേസ് ഓഫ് ദ സപ്പോർട്ടിന് ഒരു 500 mm മാറിയിട്ട് ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ ബെൻഡ് ചെയ്തിട്ട് ടോപ്പിലേക്ക് കൊടുക്കുന്ന കേസാണെങ്കിൽ, അല്ലെങ്കിൽ ചിലത് 1 മീറ്റർ മാറിയിട്ട് കൊടുക്കുന്ന കേസ്, അങ്ങനെ അതായത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വിട്ടിട്ട് ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷൻ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വിട്ടിട്ടുള്ള ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷനിൽ വെച്ച് ബെൻഡ് ചെയ്യുന്ന ടൈപ്പിൽ എങ്ങനെയാണ് ഷിയർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സെക്ഷൻ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ള ഇക്വേഷനാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന കേസ്. ഇപ്പം ഒരേ ക്രോസ് സെക്ഷനിൽ ബെൻഡ് ചെയ്യുന്ന കേസ് വേറെയുണ്ട്. അതായത് ഇപ്പം ഫേസ് ഓഫ് ദ സപ്പോർട്ടിന് ഇപ്പോൾ ഒരു 300 mm മാറിയിട്ട് അല്ലെങ്കിൽ ഒരു 500 mm മാറിയിട്ട് ഒരേ സപ്പോർട്ടിൽ ഒരേ സെക്ഷനിൽ എല്ലാ ബാറും ബെൻഡ് ചെയ്തിട്ട് ടോപ്പിലേക്ക് കൊടുക്കുന്ന കേസ്. ഓക്കെ, അങ്ങനെ പറയുന്നത് ഓൾ ബെൻഡ് അപ്പ് അറ്റ് ദ സെയിം ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നതാണ്. ഇവിടെ ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷൻ വരുമ്പോൾ ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷൻ വരുമ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. VUS is equal to 0.87 FI ASV into D divided by SV into sin alpha plus cos alpha. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പം വെർട്ടിക്കൽ സിറപ്പിനുള്ള പോലെ അതേ ഫസ്റ്റ് ടേം സെയിം തന്നെയാണ്. വെർട്ടിക്കൽ സിറപ്പിൻ്റെ അതേ വാല്യൂ തന്നെയാണ് 0.87 FI ASV into D divided by SV വരുന്നത്. അപ്പോൾ മുന്നമേ നിങ്ങൾ ഇതിൻ്റെ ടൈപ്സ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഷിയർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി ഉള്ളത് വെർട്ടിക്കൽ സിറപ്സിനാണ് അല്ലേ, വെർട്ടിക്കൽ സിറപ്സിനാണ്. കാരണം നമുക്ക് ഡയഗണൽ ടെൻഷൻ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിറപ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഡയഗണൽ ടെൻഷൻ വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും, ഏകദേശം 45 ഒക്കെ ഇൻക്ലിനേഷനിലായിരിക്കും ഡയഗണൽ ടെൻഷൻ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് സിറപ്പ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനായിരിക്കും ഷിയർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി കൂടുതൽ.
ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ തന്നെ നമുക്കത് മനസ്സിലാവും. 0.8705 ASV/D ഡിവൈഡ് ബൈ SV എന്ന് പറയുന്നത് വെർട്ടിക്കൽ സിറപ്പിൻ്റെ അതേ വാല്യൂ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ഒരു അഡീഷണൽ ഒരു കാര്യം കൂടി വരുന്നുണ്ട് ഈ കേസിൽ. ഇൻക്ലൈൻഡ് സിറപ്പ് വരുന്ന കേസിൽ സൈൻ ആൽഫ പ്ലസ് കോസ് ആൽഫ എന്നും കൂടി വരുന്നുണ്ട്. 0.8705 ASV ഇൻറ്റു D ഡിവൈഡ് ബൈ SV ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് കോസ് ആൽഫ വരുന്നുണ്ട്. ഓക്കെ, ഈ ആൽഫ എന്ന് പറയുന്നത് ഇൻക്ലിനേഷനാണ്. അതായത് സിറപ്പ് വെർട്ടിക്കൽ ഇൻക്ലൈൻഡ് സിറപ്പ് ആണെങ്കിൽ അതിൻ്റെ എത്ര ഡിഗ്രിയിലാണ് അത് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇപ്പം ബെൻഡപ്പ് ബാസിൻ്റെ കേസിലാണെങ്കിൽ ബെൻഡപ്പ് ബാസ് ആ ഹൊറിസോണ്ടലുമായിട്ട്, ഓക്കെ, അതിൻ്റെ ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ട് എത്ര ആംഗിളിലാണ് ബെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ആ ആംഗിളാണ് ആൽഫ എന്ന് പറയുന്നത്. അപ്പം സൈൻ ആൽഫ പ്ലസ് കോസ് ആൽഫ, ഇപ്പോൾ ഇൻ കേസ് 45 ഡിഗ്രിയിലാണ് ബെൻഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ സൈൻ 45 പ്ലസ് കോസ് 45 എന്ന് പറയുമ്പോൾ 1/√2 പ്ലസ് 1/√2 ആണ്. ഓക്കെ, 0.707 പ്ലസ് 0.707 1.4 സംതിങ് വരും. അപ്പോൾ ഈ വാല്യൂ, അതായത് വെർട്ടിക്കൽ സിറപ്സിന് വരുന്ന അതേ ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇൻറ്റു 1.4 സംതിങ് വരും. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്ന സിറപ്സിൻ്റെ ഷിയർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി കൂടുതലാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനിലിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, VUS വാല്യൂ കണ്ടുപിടിക്കാം. ഇനി ഇൻ കേസ് നമുക്ക് ഡിസൈൻ ചെയ്യാനാണെങ്കിൽ നമുക്ക് ആംഗിൾ 45 ഡിഗ്രി അസ്യൂം ചെയ്യാം. അതുപോലെ മറ്റുള്ള വാല്യൂസ് FI നമുക്ക് അസ്യൂം ചെയ്യാം, ASV നമുക്ക് അസ്യൂം ചെയ്തെടുക്കാം, D വാല്യൂ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ SV വാല്യൂ മാത്രം അൺനോൺ ആയിരിക്കും. VUS നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ. VUS ഈസ് ഈക്വൽ ടു VU മൈനസ് ടോ സി BD വെച്ചിട്ട് VUS കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അൺനോൺ SV മാത്രമാണുള്ളത്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സ്പേസിങ് കൊടുക്കണം എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്യാം. ഇനി നമുക്ക് ഓൾറെഡി സിറപ്പിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ട് അതിൻ്റെ ഷിയർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി എത്ര മാത്രം ഷിയർ അത് റെസിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാനാണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇൻക്ലൈൻഡ് സിറപ്സിൻ്റെ കേസും അതുപോലെ തന്നെ ബാസ് ബെൻഡ് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷനിലാണെങ്കിലും. ഓക്കെ, മൂന്നാമത്തെ കേസ്, ഫോർ സിംഗിൾ ബാർ ഓർ സിംഗിൾ ഗ്രൂപ്പ് ഓഫ് പാരലൽ ബാർസ് ഓൾ ബെൻഡ് അപ്പ് അറ്റ് ദ സെയിം ക്രോസ് സെക്ഷൻ. ഓക്കെ, അപ്പം ഒരു സിംഗിൾ ബാർ ബെൻഡ് ചെയ്തിട്ടുള്ള കേസും അതുപോലെ തന്നെ പാരലലായിട്ടുള്ള ബാർസ് ഒരേ ക്രോസ് സെക്ഷനിൽ ബെൻഡ് ചെയ്തിട്ടുള്ള കേസിലും. ഓക്കെ, ബെൻഡ് ബാർസ് ഒരേ ക്രോസ് സെക്ഷനിൽ ബെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു പർട്ടിക്കുലർ ഇപ്പോൾ ഒരു ബീമിൻ്റെ ഫേസ് ഓഫ് ദ സപ്പോർട്ടിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ട്, ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിളാണ് പറയുന്നത്, ഡിസ്റ്റൻസ് ഇപ്പോൾ ഒരു 1 മീറ്റർ മാറിയിട്ടാണ് എല്ലാ ബാർസും ബെൻഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ, ഓക്കെ, എല്ലാ ബാർസും ബെൻഡ് ചെയ്തിരിക്കുന്നത് ഫേസ് ഓഫ് ദ സപ്പോർട്ടിൽ നിന്ന് 1 മീറ്റർ മാറിയിട്ടാണെങ്കിൽ ഇപ്പം 5 ബാർസ് ടോട്ടൽ ഉണ്ടെങ്കിൽ അതിൽ 3 ബാർസും അതേ സെയിം ക്രോസ് സെക്ഷനിൽ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കേസിലാണ് വരുന്നത്. ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷനിൽ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ കേസ് ബിയിലാണ് വരുന്നത്, തൊട്ടുമേലത്തേലാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ എല്ലാ ബാർസും ഒരേ സ്ഥലത്ത് ഒരേ ക്രോസ് സെക്ഷനിൽ ബീമിൻ്റെ ക്രോസ് സെക്ഷനിൽ ബെൻഡ് ചെയ്തിരിക്കുന്ന കേസാണെങ്കിൽ നമുക്ക് ഈ കേസ് സി ആണ് നമ്മൾ യൂസ് ചെയ്യാം. അങ്ങനെയുള്ള കേസിൽ നമുക്ക് VUS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ VUS ഈസ് ഈക്വൽ ടു 0.87 FI ASV ഇൻറ്റു സൈൻ ആൽഫ എന്നുള്ളതാണ്. ഓക്കെ, 0.87 ഇൻറ്റു FI വാല്യൂ നമുക്കറിയാം, ഗ്രേഡ് ഓഫ് സ്റ്റീൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ASV എന്ന് പറയുന്നത് ഏരിയ ഓഫ് ബെൻഡ് ചെയ്തിരിക്കുന്ന ബാറാണ്. ഇപ്പോൾ എത്ര ബാർസാണോ ആ ക്രോസ് സെക്ഷനിൽ ബെൻഡ് ചെയ്തിരിക്കുന്നത് ആ ബാറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് ASV. ഓക്കെ, ഇപ്പോൾ 3 ബാർസ് ബെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ഇൻറ്റു ആ ബാറിൻ്റെ ഡയ വെച്ചിട്ട് അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ സൈൻ ആൽഫ എന്ന് പറയുന്നത് ഏത് ആംഗിളിലാണ് അത് ബെൻഡപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് VUSൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. എത്രമാത്രം ഷിയർ റെസിസ്റ്റൻസ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഓരോരോ ടേമായിട്ട് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. where ASV is equal to total cross-sectional area of stirrup legs or bend up bars within a distance SV. അപ്പോൾ ASV എന്ന് പറയുന്നത് ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് സ്റ്റിറപ്പ് ലെഗ്സ് ആണ്. ടോട്ടൽ സ്റ്റിറപ്പ് ലെഗ്സിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഓർ ബെൻഡ് അപ്പ് ബാർസ് വിത്തിൻ എ ഡിസ്റ്റൻസ് SV. അതായത് എത്രയാണോ ആ സ്പേസിങ് വരുന്നത് ആ സ്പേസിങ്ങിൻ്റെ അകത്ത് വരുന്ന ബെൻഡ് അപ്പ് ബാർസിൻ്റെ ഏരിയ. ഓക്കെ, ഇപ്പം ഒരു പർട്ടിക്കുലർ സ്പേസിങ്ങിൽ എത്രയാണോ ബെൻഡ് അപ്പ് ബാർസ്, എത്ര ബാർസാണ് ബെൻഡ് ചെയ്തിരിക്കുന്നത് ആ ബാറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്നുള്ളതാണ് ASV എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഓക്കെ, SV എന്ന് പറയുന്നത് സ്പേസിംഗ് ഓഫ് ദ സിറപ്സ് ഓർ ബെൻഡ് അപ്പ് ബാർസ് അലോങ് ദ ലെങ്ത് ഓഫ് ദ മെമ്പർ. SV എന്ന് പറയുന്നത് സ്പേസിംഗ് ഓഫ് ദ സിറപ്പാണ്, അല്ലെങ്കിൽ ബെൻഡ് അപ്പ് ബാർസിൻ്റെ സ്പേസിങ്, അതായത് ഓരോ ബാർസ് തമ്മിലുള്ള എത്രയാണ് സ്പേസിങ് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പം ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഒരേ ക്രോസ് സെക്ഷനിൽ ബെൻഡ് ചെയ്തതല്ല, ഇപ്പം ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷനിൽ ബെൻഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ആ ബെൻഡ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ്, ഇപ്പം ആദ്യത്തെ ബാറ് ഇപ്പം 1 മീറ്റർ മാറിയിട്ടാണ് ബെൻഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ രണ്ടാമത്തെ ബാറ് ഇപ്പം 1.5 മീറ്റർ മാറിയിട്ടാണ് ബെൻഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ സ്പേസിങ്.
ഓക്കെ, അതാണ് എസ് വി എന്ന് പറയുന്നത്. ടോ വി എന്ന് പറയുന്നത് നോമിനൽ ഷിയർ സ്ട്രെസ്. നിങ്ങൾക്കറിയാം എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ഡിസൈൻ ലോഡ് കാരണം വരുന്ന ഷിയർ സ്ട്രെസ് ആണ് ടോ വി വാല്യൂ. ടോ സി എന്ന് പറയുന്നത് ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റിൻ്റെ ആ പർട്ടിക്കുലർ സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ സ്ട്രെസ് ആണ് ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്, ടോ സി എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ഓഫ് ദ മെമ്പർ ആണ്. ഓക്കെ, ഇപ്പോൾ റെക്ടാങ്കുലർ ബീം ആണെങ്കിൽ ആ ബീമിൻ്റെ ബ്രെഡ്ത്ത് ആണ് ബി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലാഞ്ചഡ് സെക്ഷൻ ആണെങ്കിൽ, ഒരു ടി സെക്ഷനൊക്കെ ആണെങ്കിൽ അതിൻ്റെ ബോട്ടത്തിൽ വരുന്ന ടീൻ്റെ ബോട്ടത്തിൽ വരുന്ന ആ ഒരു പോർഷൻ, വെബ് പോർഷൻ്റെ ബ്രെഡ്ത്ത് ആണ്. അതിന് ബി ഡബ്ല്യു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം ഫ്ലാഞ്ചഡ് സെക്ഷൻ വരുന്ന കേസിലാണെങ്കിൽ. എഫ് ഐ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് ദ സിറപ്പ്. സിറപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ്, സിറപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ്. ഓർ ബെൻഡപ്പ് റീഇൻഫോഴ്സ്മെൻറ്റ്, അല്ലെങ്കിൽ ബെൻഡ് ചെയ്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് 45 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഏത് ആംഗിളിലാണോ ബെൻഡ് ചെയ്തിരിക്കുന്ന ആ ബെൻഡ് ചെയ്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ് എഫ് ഐ എന്ന് പറയുന്നത്. വിച്ച് ഷാൽ നോട്ട് ബി ടേക്കൺ ഗ്രേറ്റർ ദാൻ 415 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. അപ്പോൾ ആ വാല്യൂ 415 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിനേക്കാളും കൂടുതൽ നമ്മൾ എടുക്കില്ല ബെൻഡ് ചെയ്തിരിക്കുന്നതും. അതുപോലെ തന്നെ സിറപ്പായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബാറിൻ്റെ ഗ്രേഡും നമ്മൾ 415 കൂടുതൽ നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, ആൽഫ ഈസ് ഈക്വൽ ടു ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻക്ലൈൻഡ് സിറപ്പ് ഓർ ബെൻഡപ്പ് ബാർ ആൻഡ് ദ ആക്സിസ് ഓഫ് ദ മെമ്പർ നോട്ട് ലെസ് ദാൻ 45 ഡിഗ്രി. അപ്പോൾ ആൽഫ എന്ന് പറയുന്ന ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻക്ലൈൻ സിറപ്പിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾ. ഓക്കെ, എത്രയിലാണ് ആ സിറപ്പ് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്ന ആ ആംഗിളാണ് ആൽഫ എന്ന് പറയുന്നത്. ഓർ ബെൻഡപ്പ് ബാസ്, ഇപ്പം ബെൻഡപ്പ് ബാസ് ഇപ്പം ഹൊറിസോണ്ടലായിട്ടുള്ള ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ഡിഗ്രിയിലാണ് ബെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് ആൽഫ എന്ന് പറയുന്നത്. ഇൻക്ലൈൻ സിറപ്പിൻ്റെ ആംഗിൾ അല്ലെങ്കിൽ ആക്സിസ് ഓഫ് ദ മെമ്പറുമായിട്ട് എത്ര ഡിഗ്രിയിലാണ് ബാർ ബെൻഡ് ചെയ്തിരിക്കുന്നത് ആ ആംഗിളാണ് ആൽഫ എന്ന് പറയുന്നത്. അത് 45 ഡിഗ്രിനേക്കാളും കുറവ് വരാൻ പാടില്ല. ഓക്കെ, 45 ഡിഗ്രിനേക്കാളും കുറവ് വന്നാൽ അവിടെ സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആംഗിൾ ബിറ്റ്വീൻ ഇൻക്ലൈൻ സിറപ്പ് എന്ന് പറയുന്ന 45 ഡിഗ്രിനേക്കാളും കുറവ് വരാൻ പാടില്ല. അപ്പോൾ 45 ഡിഗ്രി അല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഡി എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്ത് ആണ്. ഇനി നോട്ട്സ് നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് കാണാം, പേജ് നമ്പർ 74 നിങ്ങൾക്ക് കാണാം. വേർ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് യൂസ്ഡ്. ഓക്കെ, ഒന്നിലധികം ടൈപ്പ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് യൂസ് ചെയ്യുന്ന കേസ്. അതായത് ഇപ്പം വെർട്ടിക്കലായിട്ടുള്ള സിറപ്പും വന്നു, അതുപോലെ തന്നെ ബെൻഡപ്പ് ബാസും വന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ 2 ടൈപ്പ് വന്നില്ലേ അവിടെ, ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് വന്നില്ലേ. അപ്പം വേർ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു റീഇൻഫോഴ്സ് ദ സെയിം പോർഷൻ ഓഫ് ദ ബീം. അപ്പോൾ ആ ബീമിൻ്റെ സെയിം പോർഷൻ തന്നെ റീഇൻഫോഴ്സ് ചെയ്യാൻ അവിടെ ബെൻഡപ്പ് ബാസും വന്നു, അതുപോലെ തന്നെ വെർട്ടിക്കൽ സിറപ്പും വന്നു എന്ന് വിചാരിച്ചു. ദ ടോട്ടൽ ഷിയർ റെസിസ്റ്റൻസ് ഷാൽ ബി കമ്പ്യൂട്ടഡ് ആസ് ദ സം ഓഫ് റെസിസ്റ്റൻസ് ഫോർ ദ വേരിയസ് ടൈപ്പ് സെപ്പറേറ്റ്ലി. അപ്പോൾ ടോട്ടൽ ഷിയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഒരു സെക്ഷനിൽ വെർട്ടിക്കൽ സിറപ്പ് എത്രയാണോ റെസിസ്റ്റൻസ് കൊടുക്കുന്നത് അത് കണ്ടുപിടിക്കണം, പ്ലസ് ഈ ബെൻഡപ്പ് ബാസ് എത്രയാണോ ഷിയർ റെസിസ്റ്റൻസ് കൊടുക്കുന്നത് അത് കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിച്ചിട്ടുള്ള ആ വാല്യൂം വരണം. അതായത് രണ്ടിൻ്റെയും സമ്മായിരിക്കണം. ഇൻഡിവിജ്വലി നമ്മൾ ഓരോന്നിൻ്റെയും കണ്ടുപിടിച്ചിട്ട് വെർട്ടിക്കൽ സിറപ്പിൻ്റെ റെസിസ്റ്റൻസും അതുപോലെ തന്നെ ബെൻഡപ്പ് ബാസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസും സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് രണ്ടും ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കണം ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ സിറപ്പ് റെസിസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ബെൻഡപ്പ് ബാസ് റെസിസ്റ്റ് ചെയ്യുന്നതിൻ്റെയും സമ്മായിരിക്കും വരിക. ഓക്കെ, ദ ടോട്ടൽ ഷിയർ റെസിസ്റ്റൻസ് ഷാൽ ബി കമ്പ്യൂട്ടഡ് ആസ് ദ സം ഓഫ് റെസിസ്റ്റൻസ് ഫോർ ദ വേരിയസ് ടൈപ്പ് സെപ്പറേറ്റ്ലി. ഓക്കെ, ആ വേരിയസ് ടൈപ്സ് ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഷിയർ റെസിസ്റ്റൻസ് സെപ്പറേറ്റ്ലി കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യണം ടോട്ടൽ ഷിയർ റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ. രണ്ടാമത്തത് ദ ഏരിയ ഓഫ് ദ സിറപ്സ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ ദ മിനിമം സ്പെസിഫൈഡ് ഇൻ 26.5.1.6. അപ്പോൾ സിറപ്പിൻ്റെ ഏരിയ, അപ്പോൾ മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് ക്രൈറ്റീരിയയിൽ പറയുന്ന 26.5.1.6 ആണ് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ക്രൈറ്റീരിയ. അപ്പോൾ ആ ക്രൈറ്റീരിയയിൽ പറയുന്ന ഏരിയനേക്കാളും കുറയാൻ പാടില്ല. ഓക്കെ, ദ ഏരിയ ഓഫ് സിറപ്സ്, നമ്മൾ കൊടുക്കുന്ന സിറപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 26.5.1.6 കൊടുത്തിരിക്കുന്ന ആ ഇക്വേഷൻ പ്രകാരം വരുന്ന ASVനേക്കാളും കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, മിനിമം ASVനേക്കാളും ഏരിയ ഓഫ് സിറപ്സ് കുറയാൻ പാടില്ല ഡിസൈൻ ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിരിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് നമുക്ക് നോക്കാം. ഈ 4 കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. ഇഫ് ടോ വി ലെസ് ദാൻ 0.5 ടോ സി, ടോ വി ലെസ് ദാൻ 0.5 ടോ സി വരുമ്പോൾ, അതായത് എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് കോൺക്രീറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ സ്ട്രെസ്സിൻ്റെ ഹാഫിനേക്കാളും കുറവാണെങ്കിൽ ശരിക്കും അവിടെ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് വേണമെന്നില്ല.
ഓക്കെ, അതായത് 26.5.1.6 അതാണ് പറയുന്നത്. ആ മിനിമം ക്രൈറ്റീരിയയിൽ പറയുന്ന ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. ഓക്കെ, ശരിക്കും എന്ത് ചെയ്തോളും, എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് കോൺക്രീറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹാഫിനേക്കാളും കുറവാണെങ്കിൽ ശരിക്കും അവിടെ ആക്ച്വലി അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മൾ മിനിമം പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ശരിക്കും ആവശ്യമില്ല എന്നുള്ളതാണ് കോഡ് പറയുന്നത്. ഓക്കെ, മിനിമം ക്രൈറ്റീരിയ അവിടെ ഫോളോ ചെയ്യേണ്ട, മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ക്രൈറ്റീരിയ അവിടെ ഫോളോ ചെയ്യേണ്ട എന്നുള്ളതാണ് പറയുന്നത്. ഇഫ് 0.5 ടോസി ലെസ് ദാൻ ടോവി ലെസ് ദാൻ ടോസി. ഓക്കെ, ഇപ്പം ടോവി എന്ന് പറയുന്ന വാല്യൂ ലെസ് ദാൻ ടോസിയാണ്, ടോസിനേക്കാളും കുറവാണ്, എന്നാൽ 0.5 ടോസിനേക്കാളും കൂടുതലാണ്. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ സ്ട്രെസ്സിൻ്റെ ഹാഫ് വാല്യൂവിനേക്കാളും കൂടുതലാണ് എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ഷിയർ സ്ട്രെസ്. എന്നാൽ ലെസ് ദാൻ ആ ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ സ്ട്രെസ്സിനേക്കാളും കുറവാണ്. അങ്ങനെയുള്ള കേസിൽ, അതായത് ടോവി ലെസ് ദാൻ ടോസി വരുന്ന കേസിൽ കോഡ് പറയുന്നത് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ആസ് പെർ 26.5.1.6 പ്രൊവൈഡ് ചെയ്യണം. ഇഫ് ടോസി ലെസ് ദാൻ ടോവി ലെസ് ദാൻ ടോസി മാക്സ്, അതായത് ടോവി വാല്യൂ ടോസിനേക്കാളും കൂടുതലാണെങ്കിൽ, അതായത് കോൺക്രീറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ സ്ട്രെസ്സിനേക്കാളും കൂടുതലാണ് എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ഷിയർ സ്ട്രെസ്, അതായത് നോമിനൽ ഷിയർ സ്ട്രെസ് വരുന്നതെങ്കിൽ, എന്നാൽ ആ വാല്യൂ ടോസി മാക്സിനേക്കാളും കുറവാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഡിസൈൻ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്, അതാണ് നമ്മൾ ഈ സെഷനിൽ നോക്കിയത്, എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാന്നുള്ളത് അല്ലേ, 3 ടൈപ്പായിട്ട് ഡിസൈൻ ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി നാലാമത്തെ കേസ്, ഇഫ് ടോവി ഗ്രേറ്റർ ദാൻ ടോസി മാക്സ് വരുന്ന കേസ്, ടോവി ഗ്രേറ്റർ ദാൻ ടോസി മാക്സ് വരികയാണെങ്കിൽ നമ്മളവിടെ സെക്ഷൻ റീഡിസൈൻ ചെയ്യണം. വി ഹാവ് ടു റീഡിസൈൻ ദ സെക്ഷൻ. ഓക്കെ, അത് പോസിബിൾ അല്ല, സേഫ് അല്ല. ടോവി ഗ്രേറ്റർ ദാൻ ടോസി മാക്സ് വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ എത്ര ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്താലും അതവിടെ സേഫ് അല്ലാതാവും. ഓക്കെ, അപ്പോൾ ടോസി മാക്സിനേക്കാളും ഒരു കാരണവശാലും കൂടാൻ പാടില്ല ടോവി വാല്യൂ. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ സെക്ഷൻ റീഡിസൈൻ ചെയ്യണം. ഓക്കെ, ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ ഷിയർ ഡിസൈൻ. ഇപ്പോൾ ഷിയറിൻ്റെ കേസിൽ ഏതാണ് ക്രിട്ടിക്കൽ സെക്ഷൻ, അല്ലെങ്കിൽ ഷിയർ ക്രിട്ടിക്കൽ ആവുന്നത് എവിടെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ IS 456 പേജ് നമ്പർ 36 ക്ലോസ് 22.6.2 ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ ഷിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പേജ് നമ്പർ എടുക്കുകയാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. The shears computed at the face of the support shall be used in the design of the member at that section except as in 22.6.2.1. അപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ട് ബീം എടുത്തു കഴിഞ്ഞാൽ അതിൽ UDL ആണ് ആക്ട് ചെയ്യുന്നത് എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്ന എവിടെയായിരിക്കും, സെൻറ്റർ ഓഫ് ദ സ്പാനിലായിരിക്കും അല്ലേ. സെൻറ്റർ ഓഫ് ദ സ്പാനിലാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത്. അപ്പോൾ അവിടെ ക്രിട്ടിക്കൽ സെക്ഷൻ ഏത് തന്നെയാണ്, സെൻറ്റർ ഓഫ് ദ സ്പാനാണ്. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത് സെൻറ്റർ ഓഫ് ദ സ്പാനാണ്. അപ്പോൾ ക്രിട്ടിക്കൽ സെക്ഷനും അത് തന്നെയായിരിക്കും. ഒരു സിംപ്ലി സപ്പോർട്ട് ബീമിൽ UDL ആക്ട് ചെയ്യുന്ന കേസിൽ ബെൻഡിങ് മൊമെൻറ്റിനെ സംബന്ധിച്ച് ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ദ സ്പാനാണ്. അതുപോലെ തന്നെ ഷിയർ ഫോഴ്സിൻ്റെ കേസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് മാക്സിമം വരുന്നത് എവിടെയാണ്, സപ്പോർട്ട്സിലാണ് ഷിയർ ഫോഴ്സ് മാക്സിമം വരുന്നത് അല്ലേ. അപ്പം ക്രിട്ടിക്കൽ സെക്ഷൻ നമുക്ക് സപ്പോർട്ടാണെന്നുള്ളത് അല്ലെങ്കിൽ ഫേസ് ഓഫ് ദ സപ്പോർട്ടാണെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. എന്നാൽ കോഡ് എന്താ പറയുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ദ ഷിയേഴ്സ് കമ്പ്യൂട്ടഡ് അറ്റ് ദ ഫേസ് ഓഫ് ദ സപ്പോർട്ട് ഷാൽ ബി യൂസ്ഡ് ഇൻ ദ ഡിസൈൻ ഓഫ് ദ മെമ്പേഴ്സ് അറ്റ് ദാറ്റ് സെക്ഷൻ എക്സെപ്റ്റ് ആസ് ഇൻ 22.6.2.1. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 22.6.2.1 കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം എന്ത് ചെയ്യാം, ഫേസ് ഓഫ് ദ സപ്പോർട്ട് എടുക്കുക എന്നുള്ളതാണ്. അതായത് ക്രിട്ടിക്കൽ സെക്ഷൻ എന്നുള്ളത് സപ്പോർട്ടിൻ്റെ ഫേസിൽ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ താഴെ പറയാൻ പോകുന്ന 22.6.2.1 ആ ക്ലോസിൽ പറയുന്ന കാര്യങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ എന്ത് ചെയ്യാം, ഫേസ് ഓഫ് ദ സപ്പോർട്ടിൽ തന്നെ ക്രിട്ടിക്കൽ സെക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫേസ് ഓഫ് ദ സപ്പോർട്ട് എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ 3 ഫിഗറിലും, ഇത് നിങ്ങളുടെ കോഡിലുള്ള ഫിഗർ തന്നെയാണ്, പേജ് നമ്പർ 37 ഫിഗറാണ്. അപ്പം അതിൽ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് എൻ കണ്ടീഷനാണ് അല്ലേ, ഇപ്പുറത്ത് ബീം കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അവിടുത്തെ കേസ്, അപ്പോൾ അവിടെ ഫേസ് ഓഫ് ദ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ആ സപ്പോർട്ട് എവിടെയാണ്, ആ സപ്പോർട്ടിൻ്റെ എൻഡ് എവിടെയാണ്, ഇൻസൈഡ് വരുന്നത് അല്ലേ, അതാണ് ഫേസ് ഓഫ് ദ സപ്പോർട്ട്. നിങ്ങൾക്ക് ഫിഗറിൽ കാണാം. ഓക്കെ, ആ സപ്പോർട്ട് ഇപ്പം സപ്പോർട്ടിലേക്ക് കുറച്ച് കയറി നിൽക്കുന്നുണ്ട് ബീം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ആ കയറി നിൽക്കുന്ന കൺസിഡർ ചെയ്യില്ല. ഫേസ് ഓഫ് ദ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ആ സപ്പോർട്ടിൻ്റെ പോർഷൻ എൻഡ് ചെയ്യുന്ന ആ പോർഷൻ, ഓക്കെ, ബീം സ്പാൻ ചെയ്യുന്ന ഡയറക്ഷനിൽ സപ്പോർട്ടിൻ്റെ പോർഷൻ എൻഡ് ചെയ്യുന്ന ആ ഒരു ഫേസാണ് ഫേസ് ഓഫ് ദ സപ്പോർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫിഗറിൽ നിന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, 3 ഫിഗറിലും ഫേസ് ഓഫ് ദ സപ്പോർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ 22.6.2.1 വരുന്ന ക്രൈറ്റീരിയയിൽ വരുന്ന കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ ഫേസ് ഓഫ് ദ സപ്പോർട്ടിലാണ് ക്രിട്ടിക്കൽ സെക്ഷൻ ഷിയറിൻ്റെ കേസിൽ എടുക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് 22.6.2.1 പറയുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. When the reaction in the direction of the applied shear introduces compression into the end region of the member. Okay, when the reaction in the direction of the applied shear introduces compression into the end region of the member. അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ഷിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്ഷൻ കംപ്രഷൻ കൊണ്ടുവരികയാണെങ്കിൽ, ഓക്കെ, കംപ്രഷൻ കൊണ്ടുവരികയാണെങ്കിൽ ആ കേസാണ് ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കംപ്രഷൻ കൊണ്ടുവരുന്ന കേസ്. അപ്പോൾ കംപ്രഷൻ കൊണ്ടുവരുന്ന കേസ് എന്താ? നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഫിഗർ എയും ഫിഗർ ബിയും ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫിഗർ എ എന്ന് പറയുന്നത് സപ്പോർട്ടഡ് ആണ്, സിംപ്ലി സപ്പോർട്ടഡ് ആണ് അല്ലേ, അതിലേക്ക് കയറി നിൽക്കുന്നുണ്ട്, ബീം എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ടിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഷിയർ ഫോഴ്സ് വരുന്നത് എവിടെയാണ്? സപ്പോർട്ടിലാണ് വരുന്നത് അല്ലേ. എന്നാൽ ആ സപ്പോർട്ടിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഡ് ഫുൾ ആ സപ്പോർട്ടിൻ്റെ എൻഡ് തൊട്ടിട്ട് പിന്നെ ലോഡ് ആക്ട് ചെയ്യും അല്ലേ, സപ്പോർട്ടിൻ്റെ എൻഡ് തൊട്ടിട്ട്, അതായത് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ അറ്റം തൊട്ട് അതിൻ്റെ മേലെയുള്ള പോർഷനിൽ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ലോഡ് ആക്ട് ചെയ്യാം അല്ലേ, ലോഡ് ആക്ട് ചെയ്യാം. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പം ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഈ സപ്പോർട്ടിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സപ്പോർട്ട് റിയാക്ഷൻ. അപ്പോൾ ഈ ബീം റെസ്റ്റ് ചെയ്യുന്ന ആ സപ്പോർട്ടിൻ്റെ പോർഷൻസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സപ്പോർട്ട് റിയാക്ഷൻ മേലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം എക്സ്റ്റേണൽ ആയിട്ടുള്ള ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അത് മുഖേന ഒരു ഷിയർ ഈ ഒരു ബീമിലേക്ക് വരുന്നുണ്ട്. എന്നാൽ അതിന് ഒപ്പോസ് ചെയ്തൊരു റിയാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? മേലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു കോളത്തിൽ വന്ന് റെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അതിന് ഒപ്പോസ് ചെയ്തിട്ടുള്ള ഒരു റിയാക്ഷൻ ഈ ബീമിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുന്നു, ഇവിടുത്തെ റിയാക്ഷൻ മേലോട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ടോട്ടൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയറിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു റിഡക്ഷൻ വന്നിട്ടുണ്ട്. നെറ്റ് ഷിയർ എന്ന് പറയുന്ന വാല്യൂ അവിടെ കുറഞ്ഞു സപ്പോർട്ടിലേക്ക്. ഓക്കെ, സപ്പോർട്ടിൽ കൺസിഡർ ചെയ്യുമ്പോൾ നെറ്റ് ഷിയർ വാല്യൂ കുറഞ്ഞു, കാരണം ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അതിന് ഒപ്പോസ് ചെയ്തിട്ട് റിയാക്ഷൻ മേലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം രണ്ടും കൂടി വരുമ്പോൾ ഒരു ഫോഴ്സ് താഴോട്ടാണ്, ഒരു ഫോഴ്സ് മേലോട്ടാണ്. അപ്പം ഈ ഒരു ബീം സെക്ഷനിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്ന കംപ്രസീവ് ഫോഴ്സ് ആണ്, കംപ്രസീവ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കംപ്രഷൻ വരുന്ന കേസ്. അതേപോലെ ബി എന്ന് പറയുന്ന ഫിഗർ നോക്കുകയാണെങ്കിൽ അവിടെയും അതിൻ്റെ സപ്പോർട്ടിലേക്ക് കയറി ആ കോളത്തിൻ്റെ അകത്തേക്ക് കയറി നിൽക്കുന്ന പോർഷനിൽ കോളത്തിൽ നിന്ന് ടോപ്പ് പോർഷനിലുള്ള കോളത്തിൻ്റെ ലോഡ് താഴോട്ട് വരുന്നുണ്ട്, കോളത്തിൽ നിന്നുള്ള ലോഡ് അല്ലേ. അതേപോലെ ഇപ്പോൾ എന്തെങ്കിലും അതിൻ്റെ താഴോട്ട് നോക്കുകയാണെങ്കിൽ ആ കോൾ എന്ത് ചെയ്യുക? റിയാക്ഷൻ മേലോട്ട് കൊടുക്കുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സപ്പോർട്ട് വരുന്ന പോർഷനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലോഡ് താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ മേലോട്ടേക്ക് റിയാക്ഷനും വരുന്നുണ്ട്. അപ്പോൾ അവിടെ കംപ്രസ്ഡ് ആവുക ചെയ്യുന്നത്. അപ്പോൾ കംപ്രസ്ഡ് ആവുന്ന കേസിൽ ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കംപ്രഷൻ വരുന്നതെന്നുള്ള ക്ലിയർ ആയല്ലോ. ഓക്കെ, അതായത് ആ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിയാക്ഷനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? റിയാക്ഷനിൽ വരുന്ന ആ റിയാക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈ വരുന്ന ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ സപ്പോർട്ടിലേക്ക് കയറി വരുമ്പോൾ അവിടെ വരുന്ന നെറ്റ് ഷിയർ കുറവാണ്. ഓക്കെ, ഷിയർ ഫോഴ്സ് അതിലേക്ക് എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന മാക്സിമം ആണെങ്കിൽ കൂടി അവിടെ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു പോർഷനിൽ വരുന്ന നെറ്റ് ഷിയർ കുറവായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്താ പറയുന്നത് നോക്കാം. വെൻ ദ റിയാക്ഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഷിയർ ഇൻട്രഡ്യൂസസ് കംപ്രഷൻ ഇൻ ടു ദ എൻഡ് റീജിയൻ ഓഫ് ദ മെമ്പർ. അപ്പോൾ കംപ്രഷൻ വരുന്ന കേസ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും. സെക്ഷൻസ് ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡി from the face of the support may be designed for the same shear as that computed at the distance d. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്ന കേസിൽ ഡി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ സെക്ഷൻ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫേസ് ഓഫ് ദ സപ്പോർട്ടിന് ഡി ഡിസ്റ്റൻസ് മാറിയിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഫിഗർ എയും ബിയും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫേസ് ഓഫ് ദ സപ്പോർട്ടിന് ഡി ഡിസ്റ്റൻസ് മാറിയിട്ടാണ് അവിടെ ക്രിട്ടിക്കൽ സെക്ഷൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു സെക്ഷൻ മാർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. അതേപോലെ ബി എന്ന് പറയുന്ന ഫിഗറിൽ രണ്ട് സൈഡിലും ക്രിട്ടിക്കൽ സെക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഫേസ് ഓഫ് ദ സപ്പോർട്ടിന് ഒരു ഡി ഡിസ്റ്റൻസ് മാറിയിട്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇവിടെ സപ്പോർട്ടിൽ വരുന്ന റിയാക്ഷൻ ലോഡ് മുഖേന വരുന്ന ഷിയറിനെ ഒപ്പോസ് ചെയ്യുന്നത് കൊണ്ട് ക്രിട്ടിക്കൽ സെക്ഷൻ എന്നുള്ള ഒരു ഡി ഡിസ്റ്റൻസ് മാറിയിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിയിൽ വരുന്ന ഷിയറിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഫേസ് ഓഫ് ദ സപ്പോർട്ടിന് ഡി ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള സെക്ഷനിൽ വരുന്ന ഷിയർ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഡീനേക്കാളും കുറഞ്ഞിട്ടുള്ള, അതായത് ഫേസ് ഓഫ് ദ സപ്പോർട്ടിൽ നിന്ന് ലെസ് ദാൻ ഡി ഡിസ്റ്റൻസ് വരുന്ന, അതായത് സപ്പോർട്ടിൽ നിന്ന് ഡി വരെയുള്ള ഡിസ്റ്റൻസിൻ്റെ ഇടയ്ക്കുള്ള പോയിൻറ്റും നമ്മൾ എന്ത് ചെയ്യും? ഈ ഷിയർ വെച്ചിട്ട് തന്നെ, അതായത് ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ വരുന്ന ഷിയർ വെച്ചിട്ട് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യും. ഓക്കെ, ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഫേസ് ഓഫ് ദ സപ്പോർട്ടിൽ നിന്ന് ഡി ഡിസ്റ്റൻസ് മാറിയിട്ടാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസിലും അതുപോലെ തന്നെ
ഇപ്പം ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സിൻ്റെ കേസിൽ വരുന്ന ബീമിലും ഒക്കെ ഫേസ് ഓഫ് ദ സപ്പോർട്ടിന് ഡി ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ക്രിട്ടിക്കൽ സെക്ഷനായിട്ട് എടുക്കുന്നത്. അവിടെയാണ് ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നതെന്നുള്ള രീതിയിലാണ് ഷിയർ ഡിസൈൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാം. When the reaction in the direction of the applied shear introduces compression into the end region of the member, sections located at a distance less than d. അപ്പോൾ സെക്ഷൻസ് ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡി. അപ്പോൾ ഫേസിന് ഡി എന്ന് പറയുന്ന സെക്ഷന് കുറവ് വരുന്ന പോർഷൻസിലൊക്കെ ഓക്കെ എങ്ങനെ ഡിസൈൻ ചെയ്യുന്ന പറയുന്നത് ലെസ് ദാൻ ഡി ഫ്രം ദ ഫേസ് ഓഫ് ദ സപ്പോർട്ട് മേ ബി ഡിസൈൻ ഫോർ ദ സെയിം ഷിയർ ആസ് ദാറ്റ് കമ്പ്യൂട്ടഡ് അറ്റ് ദ ഡിസ്റ്റൻസ് ഡി. അപ്പോൾ ആ ഡിനേക്കാളും കുറവ് വരുന്ന ഡിസ്റ്റൻസ് വരുന്ന ആ സെക്ഷൻസിലൊക്കെ ഡിയിൽ വരുന്ന ഷിയർ എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്ന പറയുന്നത്. ഓക്കെ, കാരണം അവിടെ കംപ്രസീവ് ഫോഴ്സ് വരുമ്പോൾ ആ കംപ്രസീവ് ഫോഴ്സ് അതായത് റിയാക്ഷൻ ആക്ട് ചെയ്യുമ്പോൾ അവിടെ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ നെറ്റ് ഷിയർ വാല്യൂ കുറവാണ് വരുന്നത് സപ്പോർട്ടിലേക്ക് അവിടെ റിയാക്ഷൻ വരുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ട് ആ ഡി തൊട്ടിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള വരെ പോയിന്റിൽ ആ ഷിയർ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് അത്രയും കൂടുതൽ ഉണ്ടാവില്ല. അപ്പം ഡി എന്ന് പറയുന്ന സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഷിയർ ഡിസൈൻ ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുമ്പോൾ മാക്സിമം WL/2 എന്നുള്ള മാക്സിമം ഇപ്പോൾ UDL ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ WL/2 എന്നുള്ള മാക്സിമം ഷിയർ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യും. ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ട് ബീമിലും അതുപോലെ തന്നെ ഫ്രെയിംഡ് സ്ട്രക്ചറിലൊക്കെ ഫ്രെയിംഡ് സ്ട്രക്ചറിൽ വരുന്ന ബീമിലൊക്കെ ഫേസ് ഓഫ് ദ സപ്പോർട്ടിന് ഡി ഡിസ്റ്റൻസ് മാറിയിട്ടാണ് വരുന്നത്. ഇനി അതിൻ്റെ താഴെ ഒരു നോട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നോട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് എബവ് ക്ലോസസ് ആർ ആപ്ലിക്കബിൾ ഫോർ ബീംസ് ജനറലി ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അപ്പോൾ ഈ മേലെ പറഞ്ഞിരിക്കുന്ന 22.6.2.1 പറഞ്ഞിരിക്കുന്നത് ബീമിൽ UDL ക്യാരി ചെയ്യുമ്പോഴാണ്. ഓക്കെ, ബീം UDL ഫുൾ സ്പാനിൽ ക്യാരി ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ക്ലോസ് ആപ്ലിക്കബിൾ ആവുന്നതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടിയും പറഞ്ഞിരിക്കുന്നത് ഓർ വേർ ദ പ്രിൻസിപ്പൽ ലോഡ് ഈസ് ലൊക്കേറ്റഡ് ഫാദർ ദാൻ 2D ഫ്രം ദ ഫേസ് ഓഫ് ദ സപ്പോർട്ട്. അപ്പോൾ പ്രിൻസിപ്പൽ ലോഡ് എന്ന് പറയുന്ന ലൈവ് ലോഡ് തന്നെയാണ്. അപ്പോൾ ഒരു പോയിന്റ് ലോഡായിട്ട് വരുന്ന ലൈവ് ലോഡ് ഓക്കെ ഏതെങ്കിലും നല്ല മാഗ്നിറ്റ്യൂഡുള്ള ഒരു പോയിന്റ് ലോഡ് ഈ ഒരു ബീമിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ ആ ബീമിൽ ആക്ട് ചെയ്യുന്നത് എവിടെയായിരിക്കണം എന്നാണ് പറയുന്നത് ഫാർദർ ദാൻ 2D. ഇപ്പോൾ D എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് ക്രിട്ടിക്കൽ സെക്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2D എന്ന് പറയുമ്പം D+D ഡിസ്റ്റൻസ് മാറിയിട്ട് അതും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു പോയിന്റ് ലോഡ് നല്ല മാഗ്നിറ്റ്യൂഡുള്ള ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ലൈവ് ലോഡായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്ന ക്രിട്ടിക്കൽ സെക്ഷൻ എന്നുള്ളത് ഈ സെയിം സെക്ഷൻ തന്നെയാണ്. അതായത് ഫേസ് ഓഫ് ദ സപ്പോർട്ടിന് ഡി ഡിസ്റ്റൻസ് മാറിയിട്ട് തന്നെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ എടുക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം 2Dൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പം 2D അല്ലെങ്കിൽ ഡീൻ്റെ അകത്താണ് ഒരു പ്രിൻസിപ്പളായിട്ടുള്ള പോയിന്റ് ലോഡ് അല്ലെങ്കിൽ പ്രിൻസിപ്പളായിട്ടുള്ള ഒരു ലോഡ് വന്നിട്ടുള്ളതെങ്കിൽ പോയിന്റ് ലോഡ് വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എടുക്കുന്ന സെക്ഷൻ ഫേസ് ഓഫ് ദ സപ്പോർട്ടിൽ എടുക്കണം എന്നുള്ളതാണ്. മനസ്സിലായോ? അതായത് ഇപ്പം 2D ഡിസ്റ്റൻസ് അതായത് ഇപ്പോൾ സെക്ഷൻ ഇപ്പം ഫേസ് ഓഫ് ദ സപ്പോർട്ടിന് D+D അതായത് 2D ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഒരു പ്രിൻസിപ്പൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ സെക്ഷൻ ഫേസ് ഓഫ് ദ സപ്പോർട്ടിന് D ഡിസ്റ്റൻസ് മാറിയിട്ട് തന്നെ എടുക്കാം. എന്നാൽ ആ 2Dൻ്റെ അകത്ത് വരികയാണെങ്കിൽ 2Dൻ്റെ അകത്തോ അല്ലെങ്കിൽ Dൻ്റെ അകത്തോ ആണ് ഈ പോയിന്റ് ലോഡ് പ്രിൻസിപ്പളായിട്ട് വരുന്ന ആ പ്രിൻസിപ്പൽ ലോഡ് വരുന്നതെങ്കിൽ നമ്മുടെ സെക്ഷൻ ഫേസ് ഓഫ് ദ സപ്പോർട്ടിൽ എടുക്കണം എന്നാണ്. ഓക്കെ, ആ ക്രിട്ടിക്കൽ സെക്ഷൻ ഫേസ് ഓഫ് ദ സപ്പോർട്ടിലാണ് വരിക. അതാണ് ഇവിടെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദ ഷിയർ കമ്പ്യൂട്ടർ അറ്റ് ദ ഫേസ് ഓഫ് ദ സപ്പോർട്ട് ഷാൽ ബി യൂസ്ഡ് ഇൻ ദ ഡിസൈൻ ഓഫ് ദ മെമ്പർ അറ്റ് ദാറ്റ് സെക്ഷൻ എക്സെപ്റ്റ് ആസ് ഇൻ 22.6.21. അതായത് ഈ താഴെ പറയുന്ന ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒഴികെ ഇതിൽ വരുന്ന കാര്യങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ നമ്മൾ ഫേസ് ഓഫ് ദ സപ്പോർട്ടിലാണ് എടുക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ പെടാത്തതൊക്കെ നമ്മൾ ഫേസ് ഓഫ് ദ സപ്പോർട്ടിലാണ് എടുക്കുക. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന സി എന്ന് പറയുന്ന ഫിഗർ നോക്കുകയാണെങ്കിൽ ആ സപ്പോർട്ടിൽ സി എന്ന് പറയുന്ന ഫിഗറിൻ്റെ സപ്പോർട്ടിൽ താഴോട്ട് കോളംസ് ഒന്നുമില്ല അല്ലേ. അത് റെസിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പിലേക്ക് വരുന്ന പോർഷനിൽ അത് ഫിക്സ്ഡ് ആക്കി വെച്ചതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ബീം ഇവിടെ റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ താഴെ വേറെ സപ്പോർട്ടുകളൊന്നുമില്ല. അപ്പോൾ ഈ ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ ഇവിടെ കംപ്രസീവ് ഫോഴ്സ് വരുന്നില്ല. ഓക്കെ, കാരണം വേറെ സപ്പോർട്ടൊന്നുമില്ല. അപ്പോൾ സപ്പോർട്ട് റിയാക്ഷൻ ഇവിടെ താഴെ വരുന്നില്ല. ഇപ്പം കോളംസോ അല്ലെങ്കിൽ ഓളോ ഒന്നുമില്ല. അപ്പോൾ സപ്പോർട്ട് റിയാക്ഷൻ എങ്ങനെ വരുന്നില്ല? ഇതിൻ്റെ മേലോട്ട് ആക്ട് ചെയ്യുന്ന രീതിയിൽ സപ്പോർട്ട് റിയാക്ഷൻ വരുന്നില്ല. ഇവിടെ ഈ പോർഷനിൽ മാത്രം അതായത് ക്ലിയർ ആയിട്ടുള്ള സ്പാനിൽ മാത്രമാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഇപ്പുറത്ത് ലോഡ് ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? മേലോട്ടാണ്. കാരണം ഇതിനെ റെസിസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുമ്പം അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ആ ഒരു കോളത്തിലാണ് എന്ത് വരുന്നത്? അതിന് റെസിസ്റ്റൻസ് കപ്പാസിറ്റി വരുന്നത്. റെസിസ്റ്റ് ചെയ്യുന്നത് ആ കോളം എന്ത് ചെയ്യുന്നത്? അവിടെ കോളത്തിൽ ഫോഴ്സ് മേലോട്ട് ആക്ട് ചെയ്തിട്ടാണ് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ താഴെ വേറെ സപ്പോർട്ടുകളൊന്നും വരുന്നില്ല.
ഈ ബീമിൻ്റെ താഴോട്ട് വേറെ സപ്പോർട്ടുകളൊന്നും വരുന്നില്ല. ഇപ്പോൾ ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു കംപ്രസീവായിട്ട് സപ്പോർട്ടിലേക്ക് ഒരു ഫോഴ്സ് വരുന്നില്ല, അല്ലെങ്കിൽ ഒരു കംപ്രഷൻ്റെ കേസ് ഇതിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇവിടെ ടെൻഷനാണ് വരുന്നത്. കാരണം ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുന്നു, ഇവിടെ ഇത് റെസ്റ്റ് ചെയ്യുന്ന ആ ഒരു കോളം എന്ത് ചെയ്യുന്നു, ഇതിനെ മേലോട്ട് വലിക്കുന്നു, ആ ലോഡ് താഴോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മേലോട്ട് വലിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ടെൻഷനാണ് ശരിക്കും വരുന്നത്. രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, കംപ്രഷൻ്റെ കേസ് അവിടെ വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഫേസ് ഓഫ് ദ സപ്പോർട്ടിലാണ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷനായിട്ട് എടുക്കുക. ഓക്കെ, ഈ ഒരു രീതിയിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീമിൽ ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ സപ്പോർട്ടിലേക്ക് വരുമ്പോൾ അവിടെ കംപ്രഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ താഴെ വേറെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് വോളോ കോളംസോ ഒന്നുമില്ല. അപ്പോൾ ഒരു സപ്പോർട്ട് റിയാക്ഷൻ മേലോട്ട് എക്സേർട്ട് ചെയ്യുന്ന രീതിയിൽ, ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ റിയാക്ഷൻ മേലോട്ട് എക്സേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ഈ ഒരു ഫിഗറിൽ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ മേലോട്ട് ഈ ഒരു കോളം തന്നെയാണ് മേലോട്ടേക്ക് ഇതിനെ റെസിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഫോഴ്സ് കൊടുക്കുന്നത്. ഈ ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ആ സപ്പോർട്ടിൽ എന്ത് വരുന്നില്ല, വേറെ സപ്പോർട്ട്സുകളൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പം ഈ കേസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഫേസ് ഓഫ് ദ സപ്പോർട്ടിലാണ് ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നതെന്നുള്ളത് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ സിംപ്ലി സപ്പോർട്ട് ബീം ആയാലും അതുപോലെ തന്നെ ഫ്രെയിംഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ വരുന്ന ബീം ആയാലും ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നത് ഫേസ് ഓഫ് ദ സപ്പോർട്ടിൽ നിന്ന് ഡി ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. ഓക്കെ, നമ്മൾ മാക്സിമം ഷിയർ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ ഡിസൈൻ ചെയ്യുക സേഫ് ആക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നത് ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഫേസ് ഓഫ് ദ സപ്പോർട്ടിൽ നിന്ന്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഓക്കെ, താങ്ക് യു.